ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഷൊർണ്ണൂർക്ക് പോയി. മെറ്റലിൻ്റെ അവിടെ എത്തി വലതുവശത്തെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്ന് ഞങ്ങളെ ഇടിച്ചു. ഏത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ഒറ്റപ്പാലം സ്റ്റേഷനിലത്തെ പോലീസാണ് എന്നുള്ളത്. വണ്ടി ഇടിച്ച വഴിക്ക് അവർ ആസ്പത്രി കൊണ്ടുപോയി PK ദാസിൽ 2 ദിവസം കിടത്തി. അവർ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പൈസയാണ് അവർ അടച്ചുള്ളൂ, ബാക്കിയുള്ള പൈസ അടച്ചില്ല. അത് ഞങ്ങളെ കൊണ്ട് കിടപ്പിക്കുകയാണ് ചെയ്തത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് വാഹനം ഇടിച്ചു പരിക്കേറ്റ തൃശൂർ ചെറുതുരുത്തി സ്വദേശിനിയായ യുവതിയുടെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. 1 മാസം മുൻപായിരുന്നു, 1.5 മാസം മുൻപായിരുന്നു ഈ അപകടമുണ്ടായത്. പിന്നീട് കേസെടുത്ത് പോലീസിന്റെ പ്രതികാര നടപടിയും. വാഹനമിടിച്ച് നട്ടലിന് പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പോലീസിന്റെ ക്രൂരത. ചെറുതുരുത്തി പൈങ്കുള സ്വദേശിനി രജനിക്കാണ് പരിക്കേറ്റത്. അപകടത്തിന് ശേഷം ചികിത്സാ ചെലവ് വഹിക്കാം എന്ന് ഉറപ്പ് നൽകിയ ശേഷം കേസെടുക്കാത്ത ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ ബില്ലും അടച്ചില്ല. ഇക്കാര്യം ചോദ്യം ചെയ്തതോടെയാണ് യുവതിക്കെതിരെ കേസെടുത്തത്. ഒറ്റപ്പാലം CIയും യൂണിഫോം ധരിക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് അന്ന് വാഹനത്തിലുണ്ടായിരുന്നതെന്ന് യുവതി പറയുന്നു. മെയ് 11-നാണ് കുളപ്പുള്ളിയിൽ വെച്ച് ഈ അപകടമുണ്ടായത്. ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, ഈ ഒരു 1.5 മാസം മുൻപ് നടന്നൊരു സംഭവമാണ്. ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ആ പരിക്കേറ്റ അപകടത്തിൽ പോലീസ് വാഹനമിടിച്ച് പരിക്കേറ്റ യുവതിയുടെ നില ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വഹിക്കാമെന്നൊക്കെ ഉറപ്പ് നൽകി. പക്ഷെ ബില്ലും അടച്ചില്ല. മാത്രമല്ല പിന്നീട് പ്രതികാര നടപടിയും. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംഭവിച്ചത്? പിന്നീട് പോലീസ് ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഡാനി? ടോം, ഈ സംഭവത്തിൽ ഇതിൽ ഈ രജനിയും സുഹൃത്ത് സുജയും അന്ന് ബേക്കറിയിലേക്ക് അവരൊരു ജോലിക്ക്, താൽക്കാലികമായ ഒരു ജോലി സംവിധാനം എന്ന രീതിയിലേക്ക് ദിവസക്കൂലിക്ക് ഏതാണ്ട് 300 രൂപയോളമാണ് ദിവസക്കൂലി. അത്രയും ഒരു ശമ്പളത്തിൽ, തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതിന് തുടക്കമിടുന്നൊരു ദിവസം കൂടിയായിരുന്നു. അന്ന് അവരെ അവിടേക്ക് പോകുന്ന സമയത്താണ് അവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിലേക്ക് ഈ ജീപ്പ് വന്നിടിക്കുന്നത്. തുടർന്ന് ഇവർ താഴെ വീഴുന്നു. യൂണിഫോമിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അവർ തിരിച്ചറിയുന്നു. ഒപ്പം മറ്റൊരാൾ കൂടി ആ വാഹനത്തിലുണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇവർ അടുത്തെത്തുന്നു. പോലീസ് യൂണിഫോമിലിട്ട ആൾ തന്നെ വന്ന് പറയുന്നു, നിങ്ങളുടെ ചികിത്സാ ചെലവ് ഞങ്ങൾ നോക്കിക്കൊള്ളാം, മറ്റു പരാതികളുമായി പോകരുത് എന്ന് പറഞ്ഞതായിട്ടാണ് ഇവർ തന്നെ പറയുന്നത്. പിന്നീട് ഇവർ ആശുപത്രിയിലേക്ക് പോകുന്നു. പക്ഷേ ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു നടപടിയും ഇല്ലാതെ തന്നെ പിന്നീട് ഒരു തുടർച്ച അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. രജനിക്കാവട്ടെ തലയ്ക്കും നട്ടലിനും ഗുരുതരമായിട്ട് തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. അവരിപ്പോഴും ആശുപത്രി വിട്ടെങ്കിലും ഇപ്പോഴും അവർ വീട്ടിൽ കിടപ്പിലാണ്. അവർക്ക് വലിയ രീതിയിലേക്ക് എഴുന്നേറ്റ് നടക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തുടർന്ന് ഇവർ ഈ പരാതിയുമായി ചെല്ലാനായിട്ട് അവർ നിർബന്ധിതരാകുകയാണ്. ഇനി മറ്റു വഴികളില്ല എന്ന രീതിയിലേക്ക് പരാതിയുമായി പോകാനായിട്ട് തീരുമാനിക്കുന്നു. പരാതി മുന്നോട്ട് പോകുന്നു. ഷൊർണ്ണൂർ പോലീസിലാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴേക്കും തന്നെയും ഇവർക്കെതിരെ മറ്റ് പരാതി വന്നിരിക്കുന്നു. ജീപ്പിൻ്റെ ലൈറ്റ് കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി വന്നിരിക്കുന്നത്. ഇത് ഒറ്റപ്പാലം CIയും സുഹൃത്തുമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു പരാതി ഈ യുവതിക്ക് എതിരെ അതിനുശേഷം എടുത്തിരിക്കുകയാണ്. യുവതിയുടെ പരാതിയിൽ കേസെടുത്തില്ല എന്നത് മാത്രമല്ല സംഭവിക്കുന്നത്, അവർക്കെതിരെ ഉടൻ തന്നെ ഒരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് നടപടി പിന്നീട് തുടരുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇവർക്ക് ഈ മാധ്യമങ്ങളോടൊക്കെ തുറന്നു പറയേണ്ട ഒരു എന്താണ് പോലീസ് അവർക്കെതിരെ, ഈ യുവതിക്കെതിരെ, രജനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവരുടെ വാഹനം അത് തടയാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ ലൈറ്റിന് കേടുപാടുകൾ വരുത്തി എന്നതാണ്. അതായത് ഈ വാഹനം ഇടിച്ചു വീണതിന് ശേഷം ഇവർ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ലൈറ്റിന് അത് ഇതാക്കാൻ ശ്രമിച്ചു.
വാഹനം തടഞ്ഞു നിർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇവർക്കെതിരായി വന്നിരിക്കുന്ന പരാതിയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഈ രീതിയിലേക്ക് എല്ലാം കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവർക്കെതിരെ സ്ത്രീകൾക്കെതിരെ, യുവതികൾക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. പരിക്ക് പറ്റിയത് ഇവർ രണ്ടുപേർക്കുമാണ്, സുജയ്ക്കും രജനിക്കുമാണ് ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയത്. അതിൽ അവർക്ക് വാക്കാൽ നൽകിയ ഉറപ്പുകളുണ്ടായിരുന്നു. അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ അവിടെ നിന്ന് മാറുന്നത്, പിന്നീട് ആശുപത്രിയിലേക്കടക്കം പോകുന്നതും ചികിത്സയിലേക്ക് പോകുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മറ്റ് നടപടികൾ ഉണ്ടാകുന്നില്ല. അവർക്ക് വാഗ്ദാനം ചെയ്തതുപോലെ ചികിത്സാ ചിലവടക്കം വഹിക്കാമെന്ന് അവരോട് പറഞ്ഞു. മറ്റ് പരാതികളുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നത് പറഞ്ഞു. അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കാരണം മറ്റൊരു വഴിയുമില്ലാത്ത ഒരു സ്ത്രീകൾക്ക്, നമുക്കറിയാം, ഇങ്ങനെ ദിവസക്കൂലിക്കടക്കം പോകേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായി വളരെ പിന്നാക്കാവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത്. അപ്പോൾ അവർക്ക് സഹായകരമാകുമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ആവട്ടെ. കാരണം ചികിത്സയ്ക്ക് കാര്യമായ തുക വരും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഇരുന്നത്. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ യാതൊരു രീതിയിലൊരു അപ്ഡേഷൻസ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. വലിയ സാമ്പത്തിക അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്നു. പിന്നീട് ഇവരെ ബന്ധപ്പെടാനോ അവർക്ക് കാര്യമായ രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണങ്ങളുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഇങ്ങനെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. പരാതിയിൽ അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് പിന്നീട് സംഭവിക്കുന്നത്, നമ്മൾ പറയുന്ന ഒരു പ്രതിസ്പന്ദനം ഉണ്ടാകുന്നത് തിരിച്ചിവർക്കെതിരെയുള്ളൊരു പരാതിയായിട്ടാണ് വരുന്നത്. യുവതികൾക്ക് എതിരെയുള്ളൊരു പരാതിയിലേക്ക് വരുന്നു. അവർ ജീപ്പ് കേടുപാടുകൾ വരുത്താനായിട്ട് ശ്രമിച്ചു എന്നതടക്കമുള്ള ഒരു എതിർ പരാതിയാണ് വരുന്നത്. പോലീസാകട്ടെ ആ പരാതിയിൽ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരുക്കത്തിലുമാണ്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ സംഭവത്തിലെല്ലാം തന്നെ ഉയരുന്നുണ്ട്. കാരണം ഇങ്ങനെ കൃത്യമായ രീതിയിൽ യുവതികൾക്കെതിരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് തുടരുക. ഇപ്പോൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഈ വാദിയെ പ്രതിയാക്കുന്ന രീതിയിൽ പോലീസിന്റെ നടപടികളൊക്കെ ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതൊരു പ്രതികാര നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത്. അതും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, CI ഉൾപ്പെടെ ഉള്ള വാഹനമാണ് ഈ യുവതിക്ക് അപകടം ക്ഷണിച്ചു വരുത്തിയത്. അവരുടെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥ, കഴിഞ്ഞ 2 മാസത്തോളമായി അവർ ഒരു തൊഴിൽ പോലും എടുക്കാൻ കഴിയാത്തൊരവസ്ഥ നേരിടുന്നു. മാത്രമല്ല അതിനുശേഷം പ്രതികാര നടപടി, കേസെടുക്കുന്നു. ഇവരിപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഈ രജനി എന്ന യുവതി. പക്ഷേ ഇത് ആരുടെ അടുത്ത് അവർ സമീപിക്കും? ഈ പോലീസിന്റെ നീതി നടപ്പാക്കേണ്ട പോലീസുകാർ തന്നെ ഇങ്ങനെ വേട്ടയാടുകയാണെങ്കിൽ ഇവർക്ക് പരാതിയുമായി മുന്നോട്ട് പോയാൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ ശ്രീ ജോർജ് ജോസഫ്? അവർക്ക് നീതി കിട്ടും. അതിന് അവരൊരു പരാതി, പോലീസ് ഇവർക്കെതിരായിട്ട് കേസെടുത്തോട്ടെ, അവിടെ കിടന്നോട്ടെ. ഇവരൊരു പരാതി, എന്താ സംഭവിച്ചതെന്ന്, ഇവർക്ക് പറ്റിയ പരിക്ക്, അതിന്റെ ഡേറ്റ്, ടൈം, പോലീസ് വാഹനത്തിന്റെ നമ്പർ, അതെല്ലാം വെച്ചിട്ട് ഒരു പരാതി ഇവര് എഴുതി ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. കൊടുത്തില്ലേലും കുഴപ്പമില്ല, സ്പീഡ് പോസ്റ്റിൽ അല്ലെങ്കിൽ അത് പോസ്റ്റ് വഴി അങ്ങ് അയച്ചു കൊടുക്കുക. ഒരു 3 ദിവസം 4 ദിവസത്തിനകം മറുപടി കിട്ടിയില്ലെങ്കിൽ അവര് SP-ക്ക് പരാതി കൊടുക്കുക. അത് രജിസ്റ്റർ ചെയ്ത് അയക്കുക. അവിടെ നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ നേരിട്ട് ഒരു വക്കീലിനെ സമീപിച്ച് കോടതി പരാതി കൊടുത്താല് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് FIR എടുക്കും. പോലീസിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഈ 2 കേസുകളും ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കോടതിയിൽ ഒന്നിച്ച് മാത്രമേ അതിന്റെ വാദങ്ങൾ കേൾക്കുള്ളൂ. കോടതിക്ക് അതിന്റെ സത്യം മനസ്സിലായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് കോടതി കണ്ടെത്തും. അതുകൊണ്ട് അവർ വിഷമിക്കേണ്ട. ഇതിന് ഇതുവരെ കൊടുത്ത പരാതിയോടെ നിൽക്കട്ടെ. കൃത്യമായ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് പോസ്റ്റില് അവിടുത്തെ SHOയ്ക്ക് അയച്ചു കൊടുക്കുക. അയാൾ കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഇവര് കേസ് എടുത്തില്ല എന്ന് പറഞ്ഞ് അതിന് നടപടി എടുക്കണം, കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൺസേൺഡ് SP-ക്ക് ഒരു പോസ്റ്റിൽ ഒരു പരാതി കൊടുക്കുക. മിക്കവാറും ഇപ്പോഴത്തെ പുതിയ CRPC നിയമം അനുസരിച്ച് SP ആ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം തന്നെ അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്വേഷിക്കാനായിട്ട് അദ്ദേഹത്തിന് ഈ SHO അല്ലാതെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്ന് കൃത്യമായിട്ട് പുതിയ CRPC പറഞ്ഞിട്ടുണ്ട്. അതും നടന്നില്ലെങ്കിൽ കോടതി പരാതി കൊടുക്കുക, നീതി കിട്ടും. അത് ആ വാഹനം പിടിച്ച് എന്തായാലും ശരി, അതിന്റെ കോമ്പൻസേഷൻ ഇവർക്ക് കിട്ടും, ഇൻഷുറൻസ് ഇവർക്ക് കിട്ടും. കാരണം പോലീസ് വാഹനങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. പക്ഷേ ശ്രീ ജോർജ് ജോസഫ്, ഇവർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടാകാമോ? കാരണം ഒരു CI, ഒരു സ്റ്റേഷന്റെ ചുമതലയുള്ള ഒരു CI ഉൾപ്പെടെയാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. അവർ ഉറപ്പ് നൽകിയതാണ്, ആശുപത്രിയുടെ എല്ലാവിധ രീതിയിലുള്ള ചികിത്സാ ചെലവും വഹിക്കാമെന്ന് ഉറപ്പ് നൽകി.
പിന്നീട് ഇവർ കേസുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഈ യുവതിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു. എന്താണ് നമ്മൾ ഈ കേരള പോലീസിന് ഇപ്പോൾ എന്താണ് പറ്റുന്നത്? ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യകളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പോലീസുകാരുടെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഈ സേനയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന പോലീസുകാരെ സംരക്ഷിക്കാൻ സാധിക്കുമോ? അല്ല, ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊന്നും സംരക്ഷിക്കില്ല, മേലുദ്യോഗസ്ഥന്മാരും സംരക്ഷിക്കില്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് എന്താ സംഭവിച്ചതെന്നും ആരുടെ ഭാഗത്താ തെറ്റെന്നുള്ള രീതിയിൽ ആ രീതിയിൽ നമ്മൾ പരാതി എഴുതി അതേ SHIക്ക് തന്നെ കൊടുക്കുക. നിയമത്തിന്റെ വഴി പോയെങ്കിലേ നമുക്ക് നീതി കിട്ടുകയുള്ളൂ. ആ SHIക്ക് കൊടുക്കുക, SHIക്ക് കൊടുക്കുക. അയാൾ നമ്മുടെ പേരിൽ കേസ് അവിടെ എടുത്ത ആ മനുഷ്യനാണെങ്കിലും ശരി, ആ കേസെടുക്കാൻ ബാധ്യത നമ്മുടെ ഭാഗത്ത് കേസെടുക്കാനും ആ SHOക്ക് തന്നെ ബാധ്യസ്ഥരാണ് അയാൾ. രണ്ടും അന്വേഷിക്കട്ടെ എടുക്കുന്നെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ SP ഞാൻ പറഞ്ഞ പോലെ കൊടുക്കുക, അവിടെ നടന്നില്ലേ കോടതി കൊടുക്കുക, നീതി കിട്ടും. അതിന് യാതൊരു മാറ്റവുമില്ല. അവരെടുത്ത കേസും നമ്മളെടുത്ത കേസും കോടതിയിൽ ഒന്നിച്ച് ട്രയൽ നടത്തി കോടതി അതിന്റെ സത്യം കണ്ടുപിടിച്ചോളും. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരം ഈ പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? കാരണം വാഹനാപകടം സ്വാഭാവികമാണ്, ആർക്കും സംഭവിക്കാം. ഏത് സമയവും ഇത്തരം അബദ്ധത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപകടങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കാം. പക്ഷേ അത്തരമൊരു അപകടത്തിൽ ഒരു യുവതിക്ക് പരിക്കേറ്റിട്ട് പിന്നെ അവർക്കെതിരെ ഇതുപോലെ നടപടി ഉണ്ടാകുമ്പോൾ, പ്രതികാര നടപടി ഉണ്ടാകുമ്പോൾ അത് വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഈ ഒരു പരാതിയുമായി യുവതി മുന്നോട്ട് പോയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് എടുത്തില്ലെങ്കിൽ അത് ലേറ്റ് ആയാലും ഇത്ര താമസിച്ചാലും അതിനൊരു കാര്യമൊന്നുമില്ല. താമസിച്ചതിന്റെ കാര്യം അവർ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എടുക്കാത്തതാണല്ലോ. അതുകൊണ്ട് ആ ഡിലേക്കൊന്നും കുഴപ്പമില്ല. SP കൊടുക്കുക, SP തന്നെ തീർച്ചയായിട്ടും അന്വേഷിക്കും. അതിനുശേഷം പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെങ്കിൽ ഈ തെറ്റ് കാണിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത പരാതി കൊടുക്കുക. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അതിനുള്ള സംവിധാനം പോലീസിലുണ്ട്. അങ്ങനെ ആർക്കും ഈ തെറ്റ് കാണിച്ചിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞ രീതിയിലേക്ക് അധികാരം ദുർവിനിയോഗം ചെയ്യാൻ അവകാശമില്ല. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടുക നമ്മൾ കണ്ടല്ലോ. പലർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഗവൺമെന്റ് എടുത്തത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സ്വല്പം താമസിക്കും, സത്യവും നമുക്ക് വിജയിക്കും, അത് വിജയിച്ചു വരും. അതുകൊണ്ടുള്ള ആ നടപടിക്രമം കൃത്യമായിട്ട് ഇവരോട് പാലിക്കാൻ പറയാം. കേസ് കൊടുക്കുക, നടപടി ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. ഡാനി ഇപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ശ്രീ ജോർജ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ, പരാതിയുമായി മുന്നോട്ട് പോയാൽ രജനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ശ്രീ ജോർജ് ജോസഫ് പറയുന്നത്. എന്താണ് അവരുടെ നിലപാട്? കാരണം മറുവശത്ത് പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കെതിരെ വീണ്ടും ഇത്തരം നടപടി ഉണ്ടാകുമെന്നൊരു ആശങ്ക ഈ യുവതിക്കുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ടോ ഈ വിഷയത്തിൽ? ഈ രജനിയുടെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ നിലപാടെന്താണ്? ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ടോ? ടോം, നിലവിൽ ആരും പിന്തുണയുമായി, പ്രത്യക്ഷ പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഇവർക്ക് നീതി ആവശ്യമാണ്, ന്യായം ഇവരുടെ ഭാഗത്താണ് എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് ബഹുഭൂരിപക്ഷം പേരുമുള്ളത്. അതുകൊണ്ട് തന്നെയും അത്തരമൊരു കൂട്ടായ്മകളോ കാര്യങ്ങളോ എല്ലാം തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. വൈകാതെ തന്നെ ഇവർക്ക് അർഹമായ രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരം നൽകണം. കാരണം ഇവരെ ഇടിച്ചിട്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് എന്ന് സംശയാതീതമായിട്ട് തന്നെ തെളിയുന്നു. ഇവർ തന്നെ അത് വ്യക്തമായിട്ട് തന്നെ പറയുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു തെളിവടക്കമുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഇവർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി ഉന്നയിക്കുക, ഒപ്പം തന്നെ അതുമായിട്ട് കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ മുനസ്പി സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികളോ കാര്യങ്ങളോ എല്ലാം തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് ഇവർക്ക് ആ രീതിയിലുള്ള നിയമസഹായവും മറ്റും ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കേസിൽ 2 യുവതികൾക്കെതിരെ അവർക്ക് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഇരകളായവർക്കെതിരെ തന്നെ പോലീസ് ഈ രീതിയിലേക്ക് കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു ആശ്വാസ്യമായ ഒരു കാര്യം അല്ല ഒട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള
സാധ്യതകൾ ഉണ്ട്. അത്തരം ചില ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വൈകാതെ ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്തായാലും പരാതിയിൽ ഇവർ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകും. പോലീസ് ഇനി തുടർ നടപടികളുടെ ഭാഗമായി എന്താണ് ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നോക്കുന്നത്. ഈ യുവതികൾക്കെതിരെ ഇനി എടുത്തിരിക്കുന്ന കേസ് പ്രകാരം അടുത്ത നടപടികൾ എന്ത് സ്വീകരിക്കാൻ പോകുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വൈകാതെ യുവതികളുടെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികളിലെ പോലീസിന്റെ ഒരു അനാസ്ഥ, പോലീസ് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയും വളരെ സജീവമാണ്. അങ്ങനെ ഒരു നിയമ നടപടിക്ക് തന്നെയാണ് സജീവമായിട്ട് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി അടക്കം പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റു തലങ്ങളിൽ തന്നെ ഈ ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റപ്പാലം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും മോശപ്പെട്ട നടപടിയാണ്. കാരണം ഒരു വാഹനാപകടത്തിൽ, പോലീസിന്റെ വാഹനമിടിച്ച അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ഉണ്ടായത് പ്രതികാര നടപടി തന്നെയാണ്. പോലീസ് കേസെടുത്തതിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. യുവതി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വീഴ്ച വരുത്തിയ CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തന്നെ സ്വീകരിക്കണം. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അതായത് ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ലിവിംഗ് ടുഗദർ റിലേഷനുമായി ബന്ധപ്പെട്ടൊരു നിർണായക വിധി വന്നിരുന്നു. ആ കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. ലിവിംഗ് ടുഗദർ ബന്ധം നിയമപരമായ വിവാഹമല്ലാത്തതിനാൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ അനുസരിച്ചുള്ള കുറ്റം പങ്കാളിക്ക് ബാധകമല്ലെന്ന് ഹൈക്കോടതി. ലിവിംഗ് ടുഗദർ പങ്കാളിയെ ഭർത്താവെന്ന് പറയാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എറണാകുളം സ്വദേശിയായ യുവാവുമായി ലിവിൻ ബന്ധത്തിലായിരുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ പീഡനത്തിന് ഇരയായെന്ന് കാട്ടി കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ പുതിയ തലമുറയെ സംബന്ധിച്ച് ഇപ്പോൾ വിവാഹ ജീവിതത്തെക്കാളും വിവാഹ ബന്ധങ്ങളെക്കാളും കൂടുതൽ ചെറുപ്പക്കാരും തെരഞ്ഞെടുക്കുന്നത് ലിവിംഗ് ടുഗദർ റിലേഷനാണ്. അതിനവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളും ഒക്കെ വിചിത്രമാണ്. കാരണം വിവാഹം എന്ന ചട്ടക്കൂടില്ല, മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല, ഈ ഗാർഹിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഒരു വാദങ്ങൾ. പക്ഷേ ഈ ഒരു കേസ് പരിശോധിച്ചാൽ, ഈ കോഴിക്കോട് സ്വദേശിനിയായ യുവതിയുടെ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇവർ ലിവിംഗ് ടുഗദർ റിലേഷൻ ആയിരുന്ന സമയത്ത് ഈ പങ്കാളിയുടെ ഭാഗത്തുനിന്ന് ശാരീരികവും മാനസികവുമായ പീഡനം ഏൽക്കേണ്ടി വന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നിയമപരിരക്ഷയും ഇത്തരം ബന്ധങ്ങൾക്കില്ല എന്ന് തന്നെയല്ലേ ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ആജ്ഞ. തോമസ് സൂചിപ്പിച്ച ശരിയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 498A, അതായത് വിവാഹത്തിലൂടെ ഉള്ള ബന്ധം, ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ഗാർഹിക പീഡനത്തിലോ, ഗാർഹികമായി സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള പീഡനത്തിന് നൽകുന്ന സെക്ഷനാണ്. അതല്ല, അത്തരം പീഡനങ്ങൾ പരിഗണിക്കുന്ന സെക്ഷനാണ് ഈ 498A. 498A പ്രകാരം ഈ ചെറുപ്പക്കാരൻ ചെയ്തത് കുറ്റമല്ല എന്നാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ പരാതി റദ്ദാക്കുന്നുവെന്നാണ്. പക്ഷേ അവിടെ ഒരു സാധ്യതയുള്ളത്, ഈ പെൺകുട്ടിക്ക് അതായത് പീഡനമേറ്റു എന്നുള്ളതും അവരുടെ പങ്കാളിയിൽ നിന്നും പീഡനമേറ്റു എന്നുള്ളതും, മറ്റൊരു സാധ്യതയുള്ളത് മാനസികവും ശാരീരികവുമായ പീഡനമേറ്റു എന്നൊരു പെൺകുട്ടി പറയുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടി ആരോപിക്കുമ്പോൾ അതിന് എന്ത് നീക്കുപോക്കാണ്, എന്ത് പരിരക്ഷയാണ് നൽകാൻ നിയമത്തിനുള്ളത് എന്നുള്ള സാധ്യതകൾ വേറെയുണ്ട്. പക്ഷേ ഗാർഹിക പീഡന നിയമപ്രകാരം അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടോം സൂചിപ്പിച്ചതുപോലെ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പുകളിൽ നേരത്തെ തന്നെ കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ആളുകളുടെ വിവാഹം സ്വമേധയാ രജിസ്റ്റർ ചെയ്യപ്പെടും. അതായത് അവർ ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ കൺസിഡർ ചെയ്യപ്പെടും എന്നൊരു കാര്യം കൂടി നേരത്തെ അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ
ഇത് ഒരു തരത്തിലുള്ള നിയമപരിരക്ഷയും ഒരു പൗരൻ എന്ന നിലയിൽ പോലും ആ പെൺകുട്ടിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഹൈക്കോടതി വിധിയെ മാനിക്കുന്നു. ഹൈക്കോടതിയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു തരത്തിൽ അത് ഗാർഹിക പീഡന നിയമപ്രകാരം ഒരു പക്ഷേ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ഒരു ഇളവും ലഭിക്കുകയില്ലായിരിക്കാം. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു പൗരൻ, സിറ്റിസൺ എന്നുള്ള നിലയിൽ ഒരാളിൽ നിന്നും, ഒപ്പം താമസിക്കുന്ന ഒരാളിൽ നിന്നും ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളതും അതിന് ശിക്ഷ ഇല്ല, അല്ലെങ്കിൽ അതിനെ പരിരക്ഷിക്കാൻ, ആ ഒരു അവസ്ഥയെ നിന്നും ആ സ്ത്രീയെ പരിരക്ഷിക്കാനുള്ള സാധ്യതയില്ല എന്ന് കോടതി ബ്ലൈൻഡായി തള്ളിക്കളഞ്ഞു. പക്ഷേ ആ രീതിയിലല്ല ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ യുവതി പരാതി നൽകിയത് ഒരു ഗാർഹിക പീഡനമാണ്. ഗാർഹിക പീഡന കുറ്റം അത് ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റമാണ്. ഇവർ ബന്ധത്തിലായിരുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ പീഡനത്തിനിരയായി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യുവതി ഹൈക്കോടതിയെ പോലും സമീപിക്കുന്നത്. അതായത് ഭർത്താവായി ഈ പങ്കാളിയെ, ലിവിങ് ടുഗദർ റിലേഷനിലെ പങ്കാളിയെ ഭർത്താവായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മറുവശത്ത് ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിലൊരു പക്ഷേ നടപടി ഉണ്ടാകാം. പക്ഷേ ഹൈക്കോടതി സൂചിപ്പിച്ചത് ഇത് ഈ ഗാർഹിക പീഡന നിരോധന നിയമമായി കണക്കാക്കാൻ കഴിയില്ലെന്നല്ലേ? അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ആ പരാതി, അത് പെൺകുട്ടിയുടെ പരാതി നിരുപാധികം തള്ളിക്കളയുന്ന ഒരു വിധിയാണ്. അങ്ങനെയാണ് ഹൈക്കോടതി ആ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഹർജിക്കാരൻ ഇത്തരത്തിൽ വാദിക്കുന്നു, താൻ അവരുടെ ഭർത്താവല്ല, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലൂടെയാണ് തങ്ങൾ ഇത്രകാലം ജീവിച്ചത്, നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു ഇത് മാത്രമാണ്, അങ്ങനെ ഒരു തെളിവാണ് ആ ഹർജിക്കാരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് ഗാർഹിക പീഡന നിയമപ്രകാരം ഈ പെൺകുട്ടിയേറ്റ പീഡനത്തിന് അതിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നാണ് ഹൈക്കോടതി മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് മാത്രമല്ല, ഈ പരാതി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു എന്നൊരു ഇതിലേക്കൂടി അത് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്താണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അത് പരിഗണിച്ച് കണ്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു സംവിധാനമാണല്ലോ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന, ഒരു പക്ഷെ ഞാൻ പറയുന്നത് അത് ചിലപ്പോൾ എൻ്റെ മാത്രം ആറ്റിറ്റ്യൂഡായിരിക്കാം. അത് നമ്മളും മാനസികമായി, അല്ലെങ്കിൽ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഇനിയും വളർന്നിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി ഉണ്ടോ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും എന്ന് പറയാം. നമ്മൾ അഭ്യസവിദ്യരാണ്, അങ്ങേയറ്റം പുരോഗമനവാദികളാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇത്തരം കാര്യങ്ങളോടൊക്കെ കൂടി ഒരു തരം ഉപേക്ഷാ മനോഭാവം കൂടി നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെ അതിനോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വെസ്റ്റേൺ കൾച്ചറാണ്. കുറച്ചു കാലമായി പരസ്പരം അറിയുന്ന രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്, ഒരു നല്ല കാര്യമല്ലേ എന്നാണ് എനിക്ക് തിരിച്ചങ്ങോട്ടും ചോദിക്കാനുള്ളത് കേട്ടോ. തീർച്ചയായും. കാരണം അതൊക്കെ ഒരു പൗരന്റെ താല്പര്യമാണ്, തീരുമാനങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ യുവതലമുറ ലിവിങ് ടുഗദറിന് കൂടുതലും തിരഞ്ഞെടുക്കുന്നത് ചോദിക്കുമ്പോൾ പല പെൺകുട്ടികൾ, അതായത് അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തിയപ്പോൾ പോലും കൂടുതൽ യുവതികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു ആ സർവേയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ അവർ പറഞ്ഞ കാര്യം, ഈ വിവാഹ ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധനം, മറ്റ് രീതിയിലുള്ള കെട്ടുപാടുകളൊക്കെ സ്ത്രീക്കാണ് പ്രശ്നമുണ്ടാക്കുന്നത്, സ്ത്രീയെ മാത്രമാണ് ബാധിക്കുന്നതെന്നാണ്. പക്ഷേ ഇവിടേക്ക് ഈ ലിവിങ് ടുഗദർ റിലേഷനിലേക്ക് വന്നാലും ഇവിടെയും ഇരയാകപ്പെടുന്നത് ഈ പെൺകുട്ടികളല്ലേ, സ്ത്രീകളല്ലേ. മറുവശത്ത് ഒരു നിയമപരിരക്ഷ, വിവാഹത്തിൽ ഒരു നിയമപരിരക്ഷയുണ്ട്, ഇവിടെ ആ നിയമപരിരക്ഷ പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീ ഇരയാകപ്പെടുന്നു എന്നതല്ലേ അല്ലേ ഈ സംഭവങ്ങളിൽ നിന്നും, അടിക്കടി ഉണ്ടാകുന്ന പല കേസുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത് എൻ്റെ അറിവിൽ ടോമ, എനിക്ക് ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനോട് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷേ
രണ്ടുപേർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ഈ പറയുന്ന ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നൊരു നിരീക്ഷണം കൂടി ഉണ്ടാകും. പക്ഷേ എനിക്കറിയാവുന്ന പല ലിവിങ് റിലേഷൻഷിപ്പുകളും അങ്ങേയറ്റം ഫ്ലോപ്പായി പോയിട്ടുള്ള സാഹചര്യമാണ് എനിക്ക് കാണാൻ, അല്ലെങ്കിൽ എൻ്റെ കൺമുൻപിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ അതൊക്കെ തന്നെ. പക്ഷെ അത്തരം സാഹചര്യങ്ങൾ പലതും വിവാഹ ബന്ധത്തിലൂടെ വന്നിട്ടുള്ള ബന്ധങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ മാട്രിമോണിയലിലൂടെ പരിചയപ്പെട്ട് ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ ഫോട്ടോ മാത്രം കണ്ട് അവരുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കി വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തരത്തിൽ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതെന്നുള്ളതാണ് കൂടുതലും യുവതലമുറയുടെ ഒരു ഓപ്ഷൻ. പക്ഷെ ഈ പറയുന്നത് പോലെ ഈ ഗാർഹിക പീഡനം പോലെയോ അല്ലെങ്കിൽ മറ്റു കൂടെ ഒപ്പമുള്ള ആളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണ് അത് എല്ലാത്തരം ബന്ധങ്ങളിലും ആ ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. ശരിക്കും കൂടെയുള്ള ഒരാളെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു ഈ യുവതലമുറ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതെപ്പോൾ വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാം. അടിക്കടി പുതിയ ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ ഒപ്പമുള്ള ആളെ മടുക്കുന്നതോടെ അവസാനിക്കുന്നതാണ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്. പക്ഷെ വിവാഹം അങ്ങനെയല്ല. രണ്ട് ഫാമിലി, രണ്ട് കൾച്ചർ, രണ്ട് സംസ്കാരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ടൈപ്പാണ്, ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അത്ര പെട്ടെന്ന് വിടുതൽ ലഭിച്ച് പോകുന്നത്. പക്ഷെ അങ്ങനെ വിടുതൽ ലഭിച്ച് പോകാത്ത സാഹചര്യത്തിൽ പോലും പലപ്പോഴും ഡിവോഴ്സ് ആവശ്യമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ അങ്ങനെ ഉള്ള ആളുകൾ പോലും ഈ പറയുന്ന ബന്ധങ്ങളുടെ പേരിലോ അതല്ലെങ്കിൽ കെട്ടുപാടുകളുടെ പേരിലോ ഒക്കെ ജീവിതാന്ത്യം വരെ ഈ ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടരെ സഹിച്ച് ജീവിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ പലതുമുണ്ട്. നമ്മൾ സ്ത്രീധന പീഡന മരണങ്ങളും അത്തരം സാഹചര്യം അല്ലെങ്കിൽ ഗാർഹിക പീഡന മരണങ്ങളും. പക്ഷേ മറുവശത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ്, അതായത് 2023 പാലക്കാട് ഉണ്ടായ ഒരു സംഭവം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതായത് കോട്ടയം സ്വദേശിനിയായ ഒരു യുവതിയും പാലക്കാട് സ്വദേശിയായ ഒരു യുവാവും തമ്മിൽ ലിവിങ് ടുഗദർ റിലേഷൻ വന്നു. അവർക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ യുവാവ് ഈ ബന്ധം ഉപേക്ഷിച്ച് കടന്നു കളയുന്നു. പിന്നീട് ആ കുഞ്ഞിനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തിയൊരു സാഹചര്യം. അവിടെ അവർ പറഞ്ഞത്, പോലീസിനോട് പറഞ്ഞ വാദം ഇതായിരുന്നു. ആ യുവതി, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഭർത്താവില്ല, അതായത് പങ്കാളിയില്ല, അയാൾ ഉപേക്ഷിച്ചു പോയി. എൻ്റെ വീട്ടിൽ എനിക്ക് ഈ ലിവിങ് ടുഗദർ റിലേഷൻ ആയതുകൊണ്ട് അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നു. എനിക്കൊരു തൊഴിലെടുക്കാൻ പോകാൻ, കാരണം കുഞ്ഞിന് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് തൊഴിൽ ചെയ്യാൻ പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ആ യുവതിയുടെ, ആ അമ്മയുടെ വാദം. ഇതുപോലെ ഈ ഇത്തരം റിലേഷനുകളിൽ ഒരു കുട്ടി ഉണ്ടായാൽ പോലും അവിടെ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? സ്ത്രീ മാത്രം അവിടെ ഇതിൻ്റെ പ്രാരാബ്ധങ്ങൾ വീണ്ടും ഏറ്റെടുക്കുന്നു. അതായത് കുടുംബത്തിൽ എന്താണോ സമാനമായ അവസ്ഥ. അങ്ങനെയെങ്കിൽ ഈ ലിവിങ് ടുഗദർ റിലേഷൻ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ, ചിന്തിക്കേണ്ടതല്ലേ, ഇതിൻ്റെ അപകടവും തിരിച്ചറിയേണ്ടതല്ലേ ആജ്ഞ? തീർച്ചയായിട്ടുമാണ് കേട്ടോ. കാരണം ഇതിൽ പരസ്പരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രണ്ടു പേർ, അതായത് എന്തുണ്ടായാലും പരസ്പരം ഷെയർ ചെയ്യണം, പരസ്പരം മനസ്സിലാക്കണം എന്നുള്ള ഒരു ബോണ്ടോട് കൂടിയിട്ടാണ് പലപ്പോഴും ഇത്തരം റിലേഷൻഷിപ്പുകൾ തുടരുന്നത് തന്നെ. പക്ഷേ ഇത് ടോമി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആരത് മീറ്റ് ചെയ്യും എന്നുള്ള ചോദ്യമൊക്കെ ബാക്കിയാകുന്നുണ്ട്. പക്ഷെ ഇവിടെയും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ടുപേർ തമ്മിലുള്ള പരസ്പര ധാരണയിൽ തന്നെയാണ്. അത് തന്നെയാണ് വിവാഹബന്ധത്തിലും സംഭവിക്കുന്നത്. പലപ്പോഴും പല വിവാഹബന്ധത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്ത്രീകൾ മാത്രം നോക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈവൻ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ പോലും ജോലിക്ക് പോയ ശേഷം തിരിച്ചു വന്ന് അവർ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി, പഠിപ്പായാലും അല്ലെങ്കിൽ അവരുടെ ഭക്ഷണമായാലും മറ്റു കാര്യങ്ങൾ കൂടി സ്ത്രീകൾ തന്നെ നോക്കേണ്ടുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതൊന്നും അത് ഈ വിവാഹ ബന്ധത്തിലായാലും ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലായാലും എന്ത് തരം ഉള്ള രണ്ടുപേർ തമ്മിലുള്ള എന്ത് തരം ബോണ്ടായാലും ഇത്തരം ബന്ധത്തിൽ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഈ പെൺകുട്ടി, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഈ പെൺകുട്ടി മർദ്ദനത്തിനിരയാകുമ്പോൾ അതിനെ ഏത് തരത്തിൽ പരിരക്ഷിക്കാം എന്നൊരു സാധ്യത ഉണ്ടാകേണ്ട നിയമ സംവിധാനമാണ്. കാരണം ലിവിങ് റിലേഷൻഷിപ്പ് നമ്മുടെ സംവിധാനങ്ങൾ അനുവദിക്കാത്തതൊന്നല്ല. അതല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മുടെ കോടതികൾ ചൂണ്ടിക്കാട്ടുന്നില്ല. ഇത് നിയമവിരുദ്ധമാണ്. ആകെ നിയമവിരുദ്ധമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വിവാഹിതനായ ഒരാൾ ലിവിങ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് നിയമവിരുദ്ധമാണ് എന്ന് മാത്രമേ കോടതി കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇത്തരം മറ്റു കെട്ടുപാടുകളില്ലാത്തവർ, അതായത് വിവാഹം കൃത്യമായ നിരീക്ഷണമാണ് ആജ്ഞ നടത്തിയത്. പക്ഷേ
ഈ യുവതികൾ ലിവിങ് ടുഗദർ റിലേഷൻ തിരഞ്ഞെടുക്കുന്ന യുവതികൾ ഇത്തരം അപകടമുണ്ട്, നിയമപരമായ പരിരക്ഷ തങ്ങൾക്കില്ല എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. കാരണം കോടതിയിൽ ലിവിങ് ടുഗദർ റിലേഷനിൽ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ശാരീരികവും മാനസികവുമായ ആക്രമണം ഉണ്ടായാൽ അത് ഗാർഹിക പീഡനമായി കണക്കാക്കില്ല, ആ പങ്കാളിയെ ഭർത്താവായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയ കാര്യം. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. താമരശ്ശേരിയിൽ വീണ്ടും മോഷണ പരമ്പര. താമരശ്ശേരി ടൗണിലെ 3 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള സ്ഥാപനങ്ങളിലായിരുന്നു മോഷണം. ലാവണ്യ എന്ന സ്ഥാപനത്തിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർത്ത നിലയിലാണ്. കെട്ടിടത്തിന് താഴെ നിലയിലുള്ള ഗോഡൌണിന്റെ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ഫ്യൂസുകൾ ഊരി വിച്ഛേദിച്ചിട്ടുണ്ട്. CCTV ക്യാമറയുടെ വയറുകളും വിച്ഛേദിച്ച നിലയിലാണ്. മറ്റ് 2 സ്ഥാപനങ്ങളിലും കഴിഞ്ഞ രാത്രി തന്നെയാണ് മോഷണം നടന്നത്. സിദ്ദിഖ് പന്നൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സിദ്ദിഖ്, ഈ താമരശ്ശേരിയിൽ, ഈ കോഴിക്കോടെ മറ്റ് സമീപ സ്ഥലങ്ങളിലുമൊക്കെ, ഈ താമരശ്ശേരിക്ക് സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അടിക്കടി ഇപ്പോൾ മോഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോലീസ് പക്ഷേ പല കേസുകളിൽ ഇത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ മോഷണ പരമ്പരയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? പോലീസിന് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ സിദ്ദിഖ്? ഏറ്റവും നമ്മൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ 4 സ്ഥാപനങ്ങളിലാണ് ഒരേ രാത്രിയിൽ ഇത്തരത്തിൽ മോഷണം നടന്നിരിക്കുന്നത്. അതും താമരശ്ശേരി പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാൻ പോലീസ് സ്റ്റേഷൻ DYSP ഓഫീസ് ഉൾപ്പെടെയുള്ള അതിനോട് ചേർന്നുള്ള വെളിപ്പാട് അകലെയുള്ള ഒരു ലാവണ്യ എന്ന് പറയുന്ന ഒരു ഹോം അപ്ലയൻസ്, അതായത് ഇലക്ട്രോണിക്സ് ഉപകരണം വിൽക്കുന്ന സ്ഥാപനം. ഇതിനോട് ചേർന്നുള്ള ഇതേ കെട്ടിടത്തിൽ തന്നെയുള്ള ഒരു മൈക്രോ ലാബ്, അതോടൊപ്പം ഇതേ കെട്ടിടത്തിൽ തന്നെ ഇതിന് മുകളിലായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, പിന്നീട് അല്പം അകലെയായി താമരശ്ശേരി ചുങ്കത്തുള്ള സെൻട്രിയൽ എന്ന ഒരു സൂപ്പർ മാർക്കറ്റ്. ഇങ്ങനെ 4 സ്ഥാപനങ്ങളിലാണ് ഒരേ ദിവസം ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത്. മോഷ്ടാക്കളുടെ ഏകദേശ ചില സൂചനകൾ പോലീസിന് ലഭിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതായത് CCTV ദൃശ്യങ്ങളിൽ ചില മുഖംമൂടി ധരിച്ച ആളുകളുടെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ലാബിൽ നിന്ന് ഏകദേശം 65,000-ഓളം രൂപയും അതുപോലെ 3 മൊബൈൽ ഫോണുകളും പിന്നെ ചാരിറ്റി ബോക്സുകൾ 3 എണ്ണവും അങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപയും അതുപോലെ 2 മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലാവണ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള നഷ്ടം ഇതുവരെ കണക്കാക്കിയിട്ടില്ല. കാരണം ഇവിടെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പുരോഗമിക്കുകയാണ്. ഇതിന് ശേഷം മാത്രമേ കാര്യമായ നഷ്ടം ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ. ഏതായിരുന്നാലും അടുത്തിടെയായി താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ നിരവധി കവർച്ചകൾ നടന്നിരുന്നു. നമുക്കറിയാം 45 പവനോളം സ്വർണം താമരശ്ശേരി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ജ്വല്ലറി കുത്തി തുറന്നാണ് അപഹരിച്ചു കൊണ്ടുപോയത്. ഈ പ്രതികളെല്ലാം പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു ആഭരണ നിർമ്മാണ ശാലയിൽ മോഷണം നടന്നു. ഈ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടി. ആ സമയത്താണ് അറിയുന്നത് 2-3 വർഷങ്ങൾക്ക് മുന്നേ ഒരു ജ്വല്ലറിയിൽ നിന്ന് 15 പവനോളം കവർന്നതും ഈ ആഭരണ നിർമ്മാണ ശാലയിൽ മോഷണം നടത്തിയ പ്രതിയാണെന്ന് വ്യക്തമാവുകയും ആ കേസിലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയായി ചില ചെറിയ രീതിയിലുള്ള കവർച്ചകളൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. ഇതിലൊന്നുള്ള പ്രതികളെ പിടികൂടാനായിട്ടുള്ള, മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് കൊടുവള്ളിയിൽ 2 വീടുകൾ കുത്തി തുറന്നത്. തൊട്ടടുത്ത പ്രദേശം തന്നെയാണ്. ഇവിടെ 2 വീടുകൾ കുത്തി തുറന്ന് ഇവിടുന്ന് ഏകദേശം 45 പവനോളം സ്വർണം ഇവിടെ നിന്നും ഒരു 30ഉം അങ്ങനെയുള്ള ആഭരണങ്ങൾ നഷ്ടപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും സൂചിപ്പിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വളർത്തുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതായിരുന്നാലും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും അതുപോലെ വിരലടയാള വിദഗ്ധരും ഒക്കെ ഇവിടെ പ്രദേശത്തെത്തി വ്യാപകമായ പരിശോധന നടത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളാണ് പ്രധാനമായും പോലീസ് ശേഖരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സൂചന, ഈ മോഷ്ടാക്കളിൽ സംശയിക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്ഥാപനങ്ങളിലൊക്കെ സന്ദർശിച്ചതായി ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയതായി നമുക്ക് അറിയാൻ കഴിയുന്നു. അതായത് സ്ഥലം നോക്കി വെക്കുന്നതിന് മറ്റുമായിട്ടാണ് ഇത്തരത്തിൽ എത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു മോഷണം എന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. സിദ്ദിഖ് തുടരുക. ഈ സ്ഥാപന ഉടമകളുടെയും ജീവനക്കാരുടെയും ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഏത് രീതിയിലാണ് മോഷണം നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും 6 ലാബ് ഓപ്പൺ ആക്കുന്ന സമയം സ്റ്റാഫ് വന്ന സമയത്ത് അത് കാണുന്നത്. സ്റ്റാഫ് ഉള്ളിൽ കയറി ഇപ്പോൾ നമ്മൾ മാനേജറെ അറിയിച്ച്, അപ്പോൾ നമ്മളിപ്പോൾ അന്നത്തെ തലേന്നത്തെ ക്യാഷ്, ഡെയിലി ക്യാഷും അതുപോലെ 4 ഫോണും ചാരിറ്റി ബോക്സ് കൊടുത്താണ് അവർ ക്യാഷ് എടുത്തിട്ട്. സിദ്ദിഖിലേക്ക് വീണ്ടും. സിദ്ദിഖ്, ഈ CCTV ക്യാമറയുടെ വയറുകൾ വിച്ഛേദിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് ഈ CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസിന് ഈ കേസിലേക്കുള്ള എന്തെങ്കിലും തുമ്പുകളുണ്ടോ സിദ്ദിഖ്?
ഒരു സ്ഥാപനത്തിൽ, ഈ ലാവണ്യ എന്ന സ്ഥാപനത്തിലെ 2 CCTVകളുടെ കേബിളുകളാണ് വിച്ഛേദിച്ചതായി കാണുന്നത്. എന്നാൽ മറ്റു ചില ദൃശ്യങ്ങൾ ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ഇവർ വരുന്നതും സ്ഥാപനത്തിൽ കടക്കുന്നതും തുടങ്ങിയുള്ള ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സമീപത്തുള്ള മറ്റു ചില CCTV ക്യാമറകളിൽ നിന്നും പോലീസിന് ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യാപകമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായിരുന്നാലും പ്രതികളിലേക്കുള്ള ചില സൂചനകൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് വളരെ ആശങ്ക ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയപാതയോരത്താണ് 24 മണിക്കൂറും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശത്ത് ആ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് അടിക്കടി മോഷണങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ്. മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെ വെളിപ്പാടകലെ, സബ് ഡിവിഷൻ ആസ്ഥാനം ഉൾപ്പെടെയുള്ള DYSP ഓഫീസ് ഉൾപ്പെടെയുള്ള അതിന് വെളിപ്പാടകലെ കാണുന്ന ദൂരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. ഇത്രക്ക് പ്ലാൻഡ് ആയിട്ട്, അതായത് പോലീസിന്റെ ശ്രദ്ധ എത്തില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന വിഷയത്തിലാണ് നമുക്ക് ആശങ്ക. ഏതായിരുന്നാലും പോലീസ് ഇത്തരത്തിൽ ഒരു ശക്തമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുമെന്നാണ് നമുക്ക് ആശ്വസിക്കാവുന്നത് കേട്ടോ. പക്ഷേ സിദ്ദിഖ്, കൊടുവള്ളി, താമരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോഷണം ഇങ്ങനെ പതിവായിട്ടും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. ഈ രാത്രി പട്രോളിംഗ് ഒന്നും ഈ സ്ഥലങ്ങളിൽ, ഈ മേഖലകളിൽ പതിവായിട്ടില്ലേ? ടോം, പോലീസ് പട്രോളിംഗിന്റെ കാര്യം നേരത്തെയും നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ശക്തമായ ഒരു പോലീസ് പട്രോളിംഗിന്റെ ആവശ്യം പ്രത്യേകിച്ച് ടൗണുകളിലെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളിലും അനിവാര്യമാണ്. പക്ഷെ അതിനാവശ്യമായ ഫോഴ്സോ വാഹനങ്ങളോ പോലീസ് സേനക്ക് ഇല്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം. പ്രത്യേകിച്ച് ഹൈവേ, താമരശ്ശേരി ചുരം ഉൾപ്പെടെയുള്ള വലിയൊരു പ്രദേശമാണ് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് പറയുന്നത്. ഇവിടെ അടിവാരം കേന്ദ്രീകരിച്ച് ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള, പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആവശ്യമാണ്. എന്നാൽ ഇതിന് പോലുമുള്ള യാതൊരു നടപടിയും സർക്കാരുകളിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു സ്ട്രെങ്ത്, ബലം വെച്ച് നോക്കുന്ന സമയത്ത് രാത്രിയിൽ പലപ്പോഴും 1-2 ഉദ്യോഗസ്ഥർ മാത്രം ഒരു ഹെവി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നൈറ്റ് പട്രോളിങ്ങിന് മറ്റു പരിസര പ്രദേശങ്ങളിലെ സ്റ്റേഷനിൽ നിന്ന് പോലും ഒരു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ 2 ഉദ്യോഗസ്ഥരെ എടുത്ത് ആ രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് നടക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നുള്ള ഒരു ആശയം, അത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടി വരുന്നുണ്ട്. കാരണം ടൗണുകളിൽ, പ്രധാന ടൗണുകളിൽ ഗൂർഖയെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ നിയമിക്കുക എന്നുള്ള ഒരു പതിവ് പല സ്ഥലങ്ങളിലുണ്ട്. താമരശ്ശേരിയിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ കുറച്ചു കാലമായിട്ട് അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ താമരശ്ശേരിയിൽ ഇത്തരത്തിൽ ഒരു മോഷ്ടാക്കളുടെ ഒരു സുഖവാസ കേന്ദ്രമായി മാറുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. വ്യക്തമാണ്. സിദ്ദിഖ് പന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം തുടർക്കഥയാകുന്നുണ്ട്. ഇന്നലെ 3 ഇടങ്ങളിലാണ് മോഷണ പരമ്പര ഉണ്ടായത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് കൊച്ചിയിലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ തിമിംഗല ഛർദി പിടികൂടിയ ഒരു കേസാണ്. ആ കേസിൽ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ലക്ഷദ്വീപ് MP അബ്ദുള്ള സയ്യിദിന്റെ ബന്ധുവായ യുവാവാണ് പിടിയിലായത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. ഇവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇസഹാക്കിനെ പിടികൂടിയത്. ഇദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ നിന്നും കപ്പൽ മാർഗം ലക്ഷദ്വീപിലേക്ക് കടന്നിരുന്നു. പിന്നീട് അവിടെ വെച്ചാണ് പോലീസ് ഈ പ്രതിയെ, മുഖ്യപ്രതിയായിട്ടുള്ള ഇസഹാക്കിനെ പിടികൂടിയിരിക്കുന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ലക്ഷങ്ങൾ വിലമതിക്കുന്ന തിമിംഗല ഛർദിയുമായി ഇന്നലെ 2 ലക്ഷദ്വീപ് നിവാസികൾ പിടിയിലാകുമ്പോൾ അത് ഇത്രയും വലിയൊരു ഗൗരവമുള്ള കേസാണെന്ന് കരുതിയതല്ല. പക്ഷെ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ലക്ഷദ്വീപ് എംപിയുടെ ബന്ധുവായ യുവാവിന് ഇതിൽ പ്രധാന പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. കൊച്ചിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ടോം, പ്രതിയെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കടവന്ത്ര പോലീസിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവർ വനം വകുപ്പിന് കേസ് കൈമാറുമെന്നും ആണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെയാണ് കടവന്ത്രയ്ക്ക് സമീപമുള്ള ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസ്, അവിടെയാണ് ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവർ കൂടുതലായിട്ട് തന്നെ തങ്ങുന്ന ഒരു ഇടം. ഇവിടെ DCPയുടെ പ്രത്യേക സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തുന്നു. അതായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തിമിംഗല ഛർദി എന്ന പേരിൽ അറിയപ്പെടുന്ന അംബർഗ്രീസ്, അത് വലിയ വില വരുന്ന ഒരു വസ്തുവാണ്. അത് പല സുഗന്ധ ലേപനത്തിന് ഉൾപ്പെടെയുള്ള വലിയ മാർക്കറ്റിൽ വലിയ വില വരുന്ന വസ്തുവാണ്. അത്
നിരോധിക്കപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റിൽ പെടുന്നതുമാണ്. ഇതുമായിട്ട് കടന്നിട്ടുണ്ട് എന്നൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തുകയും പിന്നീട് അവിടെ 2 പേരിൽ നിന്നായിട്ട് ഇത് കണ്ടെത്തുകയും ചെയ്യുന്നു. ഒരു കവറിലാക്കിയ രീതിയിലായിരുന്നത്. വലിയ പഴക്കം ഇതിന് തോന്നിക്കുന്നില്ല എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അവരത് എന്താണ് ഇതെന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ല. എന്താണ് ഈ കാര്യങ്ങളെന്നത് അവർക്കറിയില്ല. ഒരാൾ ഏൽപ്പിച്ചു, കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് കൈപ്പറ്റാനായിട്ട് ഒരാൾ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഏൽപ്പിച്ചയാൾ ഇന്നലെ തന്നെ തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൊഴി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ഇവർ പറഞ്ഞിരുന്ന ആളാരെന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടുകയും ചെയ്തത്. ഇതനുസരിച്ച് കൊച്ചിയിൽ നിന്ന് തിരിച്ച് പോയ ലക്ഷദ്വീപ് കപ്പലിലെ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അത് നിലവിലെ MP അബ്ദുള്ള സെയ്ദിന്റെ അമ്മാവന്റെ മകനായ ഇസഹാഖാണ് എന്നതാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇയാളെ അവിടെ ചെല്ലുമ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിമാനമാർഗം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ലക്ഷദ്വീപ് മേഖല കേന്ദ്രീകരിച്ച് ലക്ഷദ്വീപിന്റെ ആ ഒരു ചുറ്റുപാടുകൾ കേന്ദ്രീകരിച്ച് കടലും മറ്റ് ആ പരിസരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് വൻതോതിൽ ഈ രീതിയിലുള്ള കള്ളക്കടത്ത്, പ്രത്യേകിച്ച് കടൽ വെള്ളരിയും അടക്കമുള്ള കാര്യങ്ങൾ, കടൽ വെള്ളരിയും അതോടൊപ്പം തന്നെ ഈ തിമിംഗല ശക്തി എന്ന് പറയുന്ന അംബർഗ്രീസും എല്ലാം തന്നെ കള്ളക്കടത്തായി വരുന്നു. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തുന്നു. അതിന്റെ ഒരു ഹബ്ബായി പലപ്പോഴും ഈ ഇത്തരം ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകൾ മാറുന്നുണ്ട് എന്ന രഹസ്യ വിവരം ഇന്റലിജൻസിന് ഉണ്ട്. അപ്പോൾ അത്തരം നിരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം ശക്തമാക്കുന്നതിനിടെയാണ് ഇന്നലെ തികച്ചും അവിടുന്ന് സാധാരണ യാത്രക്കാരുടെ കൈവശം ഇവിടേക്ക് പുറത്തേക്ക് എത്തുന്നത്. ആ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് DCPയുടെ സ്ക്വാഡ് പരിശോധന നടത്തുകയും ഇരുവരെയും തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MPയുടെ ബന്ധുവിലേക്ക് അന്വേഷണം നേടുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇയാളെ കൊച്ചിയിലെത്തിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. പ്രത്യേകിച്ച് ഇത് ആർക്കു വേണ്ടി, ആരാണ് ഇതെല്ലാം തന്നെ ഏൽപ്പിക്കുന്നത്, ഇതെങ്ങോട്ടാണ് കടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങൾ അതാണ് പരിശോധിക്കേണ്ടത്. കാരണം ഇത് ഈ തിമിംഗല ഛർദിയുടെ വിപണിയുടെ വില കോടികൾ വിലമതിക്കും. 1.5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കോടിയോളം രൂപ വിലമതിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ പിടിയിലായവർ 2 പേരും ലക്ഷദ്വീപിലെ പോലീസുകാരാണ്. ഇന്ന് ഇതിലെ മുഖ്യപ്രതി ലക്ഷദ്വീപ് MPയുടെ ഉറ്റ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിനൊരു ഗുരുതര സ്വഭാവമുണ്ട്, ഗൗരവ സ്വഭാവമുണ്ട്. ഇത് റാക്കറ്റിൽ ആരൊക്കെ ഉണ്ടാകാം? ഒരിക്കലും ഈ 3 പേർ മാത്രമാകില്ല. ഇവർക്കിത് എത്തിച്ച ആൾ, ഇത് വാങ്ങാൻ വന്ന ആൾ, ഇവരിലേക്ക് പോലീസിന് ഈ അന്വേഷണം എത്താൻ സാധിക്കുമോ? ഉറപ്പായും. കാരണം ഇത് ഒരു ചെറിയ റാക്കറ്റ് അല്ല. കാരണം കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ ഒരു ബെൽറ്റ് കേന്ദ്രീകരിച്ച ലക്ഷദ്വീപ്, അതോടൊപ്പം തന്നെ ആൻഡമാൻ നിക്കോബർ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ഈ വ്യാപകമായ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ സംഘങ്ങൾ തന്നെയാണ് കടൽ വെള്ളരിയും അതോടൊപ്പം തന്നെ ഈ തിമിംഗല ശക്തി എന്ന് പറയുന്ന അംബർഗ്രീസും എല്ലാം തന്നെ വിലക്കെടുക്കുന്നത്. അതിനുവേണ്ട പ്രത്യേക സംഘങ്ങളെ തന്നെ അവർ സജീവമാക്കുന്നു. വലിയ രീതിയിൽ തന്നെ ഇത് ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും ഈ സംഘങ്ങൾ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. പരിശോധനകൾക്കിടെ ഇവരെല്ലാം തന്നെ പിടിയിലാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ചിത്രം ഒന്നുകൂടി മാറുന്നുണ്ട് എന്നതാണ്. കാരണം ഈ ഒരു കോസ്റ്റൽ ബെൽറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന കള്ളക്കടത്തുകളുടെ ഒരു ഒളിയിടമായി ലക്ഷദ്വീപ് മാറുന്നു എന്നത് കൂടുതൽ കരുതലോടെ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിൽ സാധാരണ യാത്രാ കപ്പൽ വഴി ഇവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവർക്ക് പരിശോധനകളില്ലാതെ ഇതുവഴി കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അത് ഇവിടേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് അത് പുറത്തെത്തിക്കുകയും ഇവിടെ ഗസ്റ്റ് ഹൌസിൽ വരെ അത് കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരുമ്പോൾ യാതൊരു രീതിയിലുള്ള പരിശോധനകളുമില്ലാതെ പുറത്തെത്തിക്കാൻ കഴിയുന്നെങ്കിൽ അത്ര രീതി സ്വാധീനം ചെലുത്തുന്നുണ്ടാകാമെന്നത് തന്നെയാണ് അനുമാനിക്കുന്നത്. ആ റാക്കറ്റിന് സ്വാഭാവികമായും അതിന്റെ കരങ്ങൾക്ക് വലിയ രീതിയിൽ ബലമുള്ളത് തന്നെയായിരിക്കും. അതേ സംബന്ധിയായി വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് അയാൾ ഇസഹാഖ് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ കുറെ നാളുകളായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച ഇവരുടെ ഇടപാടുകാർ ആരെല്ലാമാണ്, അത്തരം കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം, ഡാനി, ലക്ഷദ്വീപ് പോലീസിലെ 2 ഉദ്യോഗസ്ഥരാണ് പിടിയിലായവർ. അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് പോലീസിനെ കൊച്ചി പോലീസ് ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇത്തരം നിയമവിരുദ്ധ
കള്ളക്കടത്ത് ഇടപാടിലാണ് രണ്ടുപേരും പിടിയിലായിരിക്കുന്നത്. സ്വാഭാവികമായും വകുപ്പ് തല നടപടി ഉൾപ്പെടെ ഇവർക്കെതിരെ ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായും ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കും. പക്ഷേ ഇന്നലെ ഇവർ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് അത് തങ്ങൾക്ക് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയില്ല, അവർ കവർ ഏൽപ്പിച്ചു എന്നത് മാത്രമാണ് ഇവർ ആമുഖമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ കൃത്യമായ രീതിയിൽ ഇവർക്ക് നൽകിയ ആളെക്കുറിച്ച് വിവരം നൽകി എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആരാണ് തങ്ങളെ ഇത് ഏൽപ്പിച്ചത് എന്നത് വളരെ കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞു. തങ്ങൾക്കിതിൽ പങ്കില്ല, തങ്ങളെ ഒരാൾ ഇത് ഏൽപ്പിച്ചു, ആ ആൾ ഇന്നയാളാണ് എന്നത് ഇവരോട് പറയുകയും അയാളുടെ യാത്രാവിവരമടക്കം കൈമാറുകയും ചെയ്തു. തിരിച്ച് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കപ്പൽ ആ മാർഗം അതിലേക്ക് പോയിട്ടുണ്ട്, അവിടേക്ക് പോയിട്ടുണ്ട്. അയാളെ ബന്ധപ്പെടണം, ഇയാൾ തന്നെയാണ് തങ്ങൾ ഇത് ഏൽപ്പിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഏത് രീതിയിലാണ് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പോലീസ് ഉൾപ്പെടുത്തുക എന്നതാണ് അറിയേണ്ടത്. ഇവരുടെ മൊഴികൾ മുഖവിലേക്ക് എടുക്കണോ? കാരണം ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ എന്നതടക്കം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണം. കാരണം ഇവരുടെ കോൾ ഡീറ്റെയിൽസും അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ അടക്കമുള്ള കാര്യങ്ങൾ എന്നത് വിലയിരുത്താൻ കഴിയും. എന്ത് വന്നാലും ഇത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകും, വകുപ്പ് തല അന്വേഷണങ്ങൾ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങൾ ലക്ഷദ്വീപ് പോലീസിന് ഔദ്യോഗികമായിട്ട് തന്നെ കൊച്ചി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അവർക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ടോം. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് നിവാസികളിൽ നിന്നും തിമിംഗല ഛർദി പിടികൂടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് എംപിയുടെ ഉറ്റ ബന്ധുവായിട്ടുള്ള യുവാവാണ് കേസിലെ മുഖ്യപ്രതി എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. പോലീസ് അസോസിയേഷന്റെ ഓൺലൈൻ മീറ്റിംഗിനിടെ അസഭ്യവർഷം. സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെയായിരുന്നു പോലീസുകാരുടെ തെറിവിളി. കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലെ SI-മാരായ പ്രജീഷ്, സജി ഫിലിപ്പ് എന്നിവരാണ് അസഭ്യവർഷം നടത്തിയത്. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഈ ഓൺലൈൻ മീറ്റിംഗിനിടെ പ്രത്യേകിച്ചും സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ എന്തെങ്കിലും പ്രകോപനമാണോ ഈ തെറിവിളിക്ക് കാരണമായത്? പ്രജീഷ്, സജി ഫിലിപ്പ് ഇങ്ങനെ 2 SI-മാരാണ് ഓൺലൈൻ മീറ്റിംഗിനിടെ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിനെ തെറി വിളിച്ചത്, അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ മീറ്റിംഗിനിടെ നടത്തിയത്. ഇരുവരും കണ്ണൂർ സിറ്റി സൈബറിലെ SI-മാരാണ്. ഈ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചത് പോലീസുകാർ നേരിടുന്ന മാനസിക സംഘർഷവും അത് ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് സൈബർ വിഭാഗവുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. ഇതിൽ നമ്മൾ തന്നെ തുടർച്ചയായി ചെയ്ത വാർത്തകൾ അല്ലെങ്കിൽ സമീപകാലത്ത് പോലീസിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം തന്നെ ഈ പോലീസിലെ അമിത ജോലിഭാരവും സമ്മർദ്ദവും കൂട്ടരാജിയും അല്ലെങ്കിൽ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ, ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമായി അസോസിയേഷൻ കാണുകയും പോലീസുകാരുമായി ഇതേക്കുറിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ തരത്തിൽ അസഭ്യ വർഷം ഉണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാന പ്രസിഡന്റിന്റെ ആ സമയത്തുള്ള സംസാരം തടസ്സപ്പെടുത്തിയത്. ഇരുവരും ഈ ലിങ്ക് മനസ്സിലാക്കി ഈ ചർച്ചയിലേക്ക് കടന്നു കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അസോസിയേഷൻ കുറച്ച് കാലങ്ങളായി തന്നെ പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനുവേണ്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നു, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. DGP അടക്കമുള്ളവരുമായും ആഭ്യന്തര വകുപ്പുമായും അസോസിയേഷൻ ചർച്ച നടത്തുന്നുണ്ട്. പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചതും. ഈ ചർച്ചയിലേക്കാണ് സൈബറിലെ 2 SI-മാർ കടന്നു കൂടിയതും ഇവർ അസഭ്യം പറഞ്ഞതും. ഇവരുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അറിയാം ഇവർ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു എന്ന കാര്യമാണ്. ഈ തെറിവിളിക്ക് പിന്നാലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തി. പക്ഷേ ഇവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടുവെന്നാണ്. 9-നാണ് ഈ സംഭവം നടന്നത്. 9-ാം തീയതിയായിരുന്നു ഈ മീറ്റിംഗ് വിളിച്ചത്, രാത്രിയായിരുന്നു മീറ്റിംഗ്. ഈ മീറ്റിങ്ങിനിടയിലാണ് ഇത്തരത്തിലുള്ള അസഭ്യ പ്രയോഗമുണ്ടായത്. മാത്രമല്ല പോലീസുകാർ മാന്യമായി ജനങ്ങളോട് പെരുമാറണമെന്ന DGP-മാരുടെ സർക്കുലറുകൾ, ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശം, ഇത് പലതവണ വന്നിട്ടുള്ളതാണ്. അത് TP സെൻകുമാറിൻ്റെ കാലമാകട്ടെ, ബെഹ്റയുടെ കാലമാകട്ടെ, അനിൽകാന്തിൻ്റെ സമയമാകട്ടെ, അതിനു മുൻപും ശേഷവും നിരവധി
DGPമാർ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴത്തെ DGP പോലും പോലീസുകാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നതാണ്. പക്ഷേ ഈ പോലീസുകാർ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളോട് പോലും മര്യാദയ്ക്ക് പെരുമാറുന്നില്ല, മാന്യമായി പെരുമാറുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ തെറി വിളിക്കുന്ന ഭാഗമുണ്ട്. അസോസിയേഷൻ നേതാവിന് ഷിനോദാസാണ് വിനോദ് തുടരുക. എന്തായാലും ആ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ഈ രണ്ട് ഉദ്യോഗസ്ഥരും പ്രജീഷും സജി ഫിലിപ്പും സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്നതിനെയാണ് അസഭ്യവർഷം നടത്തിയത്. എന്താണ് അവർ സംസാരിച്ചതെന്ന് കേൾക്കാം. രാവിലെ തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും ഒരു സ്റ്റേഷൻ സംസ്ഥാന കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കും. വിവേചനം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഒരു സൈബർ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാകാൻ പാടില്ല എന്ന് സംഘടന കാണുന്നു. കൊല്ലത്ത് പറഞ്ഞ വിഷയങ്ങളടക്കം അത് നേരിട്ട് നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ള ശ്രമം നടത്താം. കൊല്ലത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നതാണ്. വോയിസാറ് എന്ന നമ്പർ വാങ്ങണം, എന്നെ ഒന്ന് നേരിട്ട് വിളിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഘട്ടത്തിൽ വെക്കുക. അപ്പം ഓരോ ജില്ലയിലും ഓക്കെ. അപ്പൊ ആ നിലയിൽ നമുക്ക് ചെയ്തു പോകാന്നുള്ളതാണ്. പിന്നീട് ഡ്യൂട്ടി സ്വാഭാവികമായും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുമായിട്ടോ കേസ് അന്വേഷണവുമായിട്ടോ CDയുമായിട്ടോ നിയമപരമായ നടപടിക്രമങ്ങളുമായിട്ടോ യാതൊരു പരിചയമില്ലാതിരിക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഡയലൂട്ട് ചെയ്ത് വി വിനോദ് ചേരുന്നുണ്ട്. വീണ്ടും വിനോദ്, ഈ സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് പോലീസുകാരുടെ പെരുമാറ്റം. പക്ഷേ ഇവർ പറയുന്ന കാര്യം ഒരു പരിധിവരെ വസ്തുതയാണ്. കാരണം ഈ സമീപ നാളുകളിൽ പോലീസുകാരുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ, പോലീസുകാർക്കിടയിലെ ആത്മഹത്യ, ജോലി സമ്മർദ്ദം, ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട്. അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. പല പോലീസുകാരും ഇക്കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പങ്കുവെക്കാറുണ്ട്. ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സർക്കാർ തലത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വിഷമം മനസ്സിലാക്കണം. പക്ഷേ ഈ രീതിയിൽ ഒരു യോഗത്തിനിടെ, മീറ്റിങ്ങിനിടെ ഒരു അസഭ്യവർഷം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായും പോലീസിൻ്റെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. KPA സംസ്ഥാന അധ്യക്ഷൻ ഷിനോദാസ് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇരുവരുടെയും ഈ പെരുമാറ്റം. നമുക്ക് ഈ അസോസിയേഷൻ്റെ നടപടി, അത് പോലീസുകാർ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നത് പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ്. കാരണം ആത്മഹത്യകൾ തുടരെ ഉണ്ടാകുന്ന ആത്മഹത്യകൾ, ഒരു ആഴ്ചയിൽ മാത്രം 5-ലധികം പേർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം, VRS എടുത്ത് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം, ആ തരത്തിലൊക്കെയും പോലീസുകാർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം തന്നെയാണ്. അവർക്ക് അവരുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സേന സ്വീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അസോസിയേഷൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ അസോസിയേഷൻ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് 7 മണിക്ക് ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 6 മണിക്ക് യോഗ ചെയ്യാൻ സ്റ്റേഷനിലെത്തണമെങ്കിൽ അത് അവരെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, എന്തെങ്കിലും മാനസിക പ്രയാസമുള്ള, വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ള, കുടുംബപരമായ പ്രശ്നങ്ങളുള്ള, സാമ്പത്തിക പ്രതിസന്ധിയുള്ള അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ടി മാത്രമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൗൺസിലിങ്ങും മറ്റ് ഈ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങളും നടത്തി കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് പോലീസ് സേനയിലെ മുഴുവൻ പേരെയും ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലീസുകാരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 6 മണിക്ക് യോഗയിൽ പങ്കെടുക്കാൻ സ്റ്റേഷനിലെത്തണമെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റ് തയ്യാറായി യാത്ര ചെയ്ത് സ്റ്റേഷനിലെത്തണം. അത് യോഗ ചെയ്യാൻ എത്തുമ്പോൾ അത് അതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്നു എന്ന കാര്യമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് സർക്കാർ, ആഭ്യന്തര വകുപ്പ്, പോലീസ് ആസ്ഥാനമോ മുന്നോട്ട് വയ്ക്കുന്ന കുറേ മാർഗങ്ങളുണ്ട്. പക്ഷേ ആ മാർഗങ്ങളിൽ പോലും ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലീസ് അസോസിയേഷനുണ്ട്. കാരണം പോലീസുകാരുമായി നിരന്തരം ഇടപെടുന്നത് അസോസിയേഷൻ നേതൃത്വമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് സംഘടിപ്പിച്ചത്. സൈബറിലെ പോലീസുകാരുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനാവശ്യമായ നടപടികൾ സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തും അതോടൊപ്പം തന്നെ പോലീസ് വിനോദ് സൂചിപ്പിച്ചതുപോലെ ിടയിലെ പ്രശ്നം ഗൗരവമായി കാണേണ്ടതാണ്. അവരുടെ അവർക്ക് നേരെ ഉള്ള തൊഴിൽ ചൂഷണമൊക്കെ
ഏറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ വിനോദ്, ഈ സമീപ നാളുകളിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസുകാർ ഈ ജോലി തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്, ജോലി സമ്മർദ്ദം കാരണം. അതിനിടെ വിജിലൻസ് മേധാവി സിവിൽ സർവീസ് വിടുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. IPS നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ TK വിനോദ് കുമാർ അപേക്ഷ നൽകിയിരുന്നു സർക്കാരിന്. സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 11 വിരമിക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. VR അനുവദിക്കണമെന്ന് മെയിൽ വിനോദ് കുമാർ അപേക്ഷ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള ജോലി സമ്മർദ്ദമാണോ ഈ ജോലി ഉപേക്ഷിക്കാൻ, സർവീസ് തന്നെ ഉപേക്ഷിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? അദ്ദേഹം ഒരു വിദേശ യാത്രയെക്കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അവിടെ ചില ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം അവധി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ അവധി നൽകിയില്ല, അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവധി അപേക്ഷയിന്മേൽ പോസിറ്റീവായൊരു തീരുമാനമെടുത്തില്ല. അദ്ദേഹത്തിന് അവധി നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതിൽ അദ്ദേഹത്തിന് വലിയ നീരസമുണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹം VRS എടുക്കുന്നത്. 30 വർഷത്തെ സർവീസുള്ള IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നേരത്തെ തന്നെ DGP പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒരാളാണ്. ഇൻ്റലിജൻസ് മേധാവിയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം വിജിലൻസിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നത്. നേരത്തെ കേന്ദ്രത്തിലേക്ക് സാധ്യതാ പട്ടിക പോകുമ്പോൾ TK വിനോദ് കുമാറിൻ്റെ പേര് കൂടി ഉണ്ടായിരുന്നു. ഷേഖ് ദർവേസ് സാഹിബ് DGP ആകുന്ന ആ ഒരു സമയത്ത് DGP ആകാൻ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ഒന്ന് വിനോദ് കുമാറിൻ്റേതായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം VRS എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ അപേക്ഷയിൽ ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഒക്ടോബർ 11 വിരമിക്കാൻ സ്വയം വിരമിച്ചുകൊണ്ട് സർവീസിൽ നിന്ന് മടങ്ങാനുള്ള ഒരു ഉത്തരവാണ് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം നേരത്തെ തന്നെ അവധി അപേക്ഷ നൽകിയിരുന്നതാണ്. ആ അവധി അപേക്ഷയിൽ സർക്കാർ അനുകൂലമായ തീരുമാനമെടുത്തിരുന്നില്ല, അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിജിലൻസ് മേധാവി സിവിൽ സർവീസ് വിടുന്നു എന്ന വാർത്തയാണ് വരുന്നത്. IPS നിന്നും വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ TK വിനോദ് കുമാർ അപേക്ഷ നൽകിയിരുന്നു. സർക്കാർ അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് അനുമതി നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.